നേരത്തെ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, എപ്പോഴും നല്ല വാർത്തകളിലൂടെ നമുക്കൊരു ദിവസം തുടങ്ങണം എന്നും. എപ്പോഴും നമ്മൾ നല്ല വാർത്തകൾ കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. ചില ദുഃഖകരമായ വാർത്തകൾ നമ്മളെ തേടി എത്താറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിൽ മുംബൈയിൽ ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് കൂറ്റൻ പരസ്യ ബോർഡ് വീണു എന്നുള്ള വാർത്ത നമ്മളെ തേടിയെത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അതിലിപ്പോൾ മരണം 14 എന്നുള്ള ആ ഒരു വാർത്തയോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വാർത്താ ദിനം ആരംഭിക്കുന്നത്. 70ഓളം പേർക്ക് പരിക്കേറ്റു. ഘട്കോപ്പറിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. പെട്രോൾ പമ്പിന് സമീപത്തെ പരസ്യ ബോർഡാണ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിച്ചത്. സംഭവത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എക്സിലൂടെ അറിയിച്ചു. KP അഭിലാഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിലാഷിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ ദാരുണമായ ദൃശ്യം, ആ അപകടത്തിന്റെ ദൃശ്യം ഒന്ന് കാണാം. अरे बच गया लेबर कॉलोनी, देखो सड़क गिर गया है। ये देखो, ये सड़क ये क्या बोलते पेट्रोल पंप के ऊपर ये गिर गया। देखो वहाँ उधर में देखो पेट्रोल पंप के ऊपर। अरे वो बोट गिरा है लौरा। अरे बहुत सारे गिरा लाके मर गए। अरे बच गया लेबर कॉलोनी, देखो। एक्चुअली 5 मिनट रहता हूँ, 5 मिनट पूरा। KP അഭിലാഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നുണ്ട്, അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിശദാംശങ്ങൾ? ഈ വാർത്തയുടെ 14 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? മരണസംഖ്യ ഇനിയും ഉയരുമോ? നിരവധി പേർ ആശുപത്രിയിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നില്ലേ? ആര്യ, മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ അപകടത്തിൽ 60-ലേറെ പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ. അതുകൊണ്ട് തന്നെ 14 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആശുപത്രിയിൽ ഉള്ളവരുടെ ആരോഗ്യനില വളരെ മോശമാണ്. ഗുരുതരാവസ്ഥയിൽ ഉള്ളവർ ഉണ്ട്. അതുകൊണ്ട് മരണസംഖ്യ ഉയരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഭീകരമായ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുത് എന്നത് പ്രകടമാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മുംബൈയിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ എല്ലാം തന്നെ അതിശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത്. ഈ ശക്തമായ പൊടിക്കാറ്റിൽ ആയിരുന്നു ഘട്കോപ്പർ മേഖലയിലെ പോലീസ് ഗ്രൗണ്ട് പെട്രോൾ പമ്പ്, BPCLന്റെ പെട്രോൾ പമ്പാണിത്. ഇതിന് സമീപം സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പരസ്യ ബോർഡ് ആണ് ഈ അതിശക്തമായ കാറ്റിൽ നിലം പതിച്ചത്. മാത്രവുമല്ല, ഇത് ഏറെ തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണ്. പെട്രോൾ പമ്പിലേക്ക് നിരവധി ആളുകൾ വൈകിട്ട് 4:30 ഈ അപകടമുണ്ടാകുന്നത്. ഈ സമയത്ത് നിരവധി ആളുകൾ പെട്രോൾ അടിക്കുന്നതിനും മറ്റുമൊക്കെയായി എത്തുന്ന ഒരു പ്രദേശമാണ്. മാത്രവുമല്ല, നിരവധി ജോലിക്കാരും മറ്റുമൊക്കെ ജോലിക്ക് ശേഷം തിരിച്ചു പോകുന്ന സമയം ആണ്. അങ്ങനെ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയത്തായിരുന്നു ഈ അതിശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുകയും അങ്ങനെ ഈ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിക്കുകയും ചെയ്തത്. എന്തായാലും സർക്കാർ ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പരസ്യ ഏജൻസി ഇത്തരത്തിൽ ഒരു ബോർഡ് അനധികൃതമായാണ് സ്ഥാപിച്ചത് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അധികൃതരുടെ വലിയ അനാസ്ഥയുടെ ഇരകൂടിയാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം 40 അടി ഉയരത്തിൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളൂ. എന്നാൽ ഈ പരസ്യ ബോർഡ് അതിലേറെ ഉയരമുണ്ടായിരുന്നു. മാത്രവുമല്ല, ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി ആയിരുന്നില്ല ഈ പരസ്യ ബോർഡിൽ നടത്തിയിരുന്നത് എന്നാണ് പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ആര്യ, നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ
അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ കാലങ്ങളായി ഈ പരസ്യ ബോർഡ് ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും മറ്റുമൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അല്പം താമസിച്ചത് മരണസംഖ്യ ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇങ്ങനെ അതിശക്തമായ ഒരു പൊടിക്കാറ്റ് ഈ സമയത്ത് അനുഭവപ്പെടും എന്ന് കരുതിയിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ പൊടിക്കാറ്റ് രൂക്ഷമായി വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ അപകടമുണ്ടായത്. മാത്രവുമല്ല ആളുകൾ ഈ പ്രദേശവാസികളായ ജനങ്ങളും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സാധാരണ നിലയിൽ അങ്ങനെ ഒരു അപകട സാധ്യതയുണ്ടെങ്കിൽ ആളുകൾ ഒഴിഞ്ഞ പ്രദേശത്തേക്കൊക്കെ മാറി നിൽക്കുന്നതാണ്. പക്ഷേ ഈ പൊടിക്കാറ്റ് വീശുന്ന സമയത്തടക്കം വലിയ തിരക്ക് ആയിരുന്നു നഗരപ്രദേശങ്ങളിൽ. കാലാവസ്ഥാ മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല അല്ലേ അഭിലാഷ്? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ശക്തമായ കാറ്റുണ്ടാകും എന്ന അറിയിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഏതാണ്ട് 75 കിലോമീറ്റർ വേഗതയിൽ ആയിരുന്നു അതിശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത്. ദർദ, കുർല, മഹീം, ഗഡ്പോർ, മിലന്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആണ് അതിശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത്. അതോടൊപ്പം തന്നെ താനെ, ബദ്ലാപൂർ, കല്യാൺ, ഉല്ലാസ് നഗർ ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇത്തരത്തിൽ കാറ്റ് വീശുകയുണ്ടായി. ഇത് മാത്രവുമല്ല ആര്യ, ഇതിപ്പോൾ വലിയ അപകടം ആയിട്ടുണ്ട് എങ്കിൽ മുംബൈയിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ നിരവധി ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ പരസ്യ ബോർഡ് ആയതുകൊണ്ടും അത് കൂടുതൽ ആളുകൾക്ക് മുകളിലേക്ക്, അതായത് വാഹനങ്ങൾക്കും ആളുകൾക്കും ഇടയിലേക്ക് പതിച്ചതുകൊണ്ടുമാണ് ഈ 14 എന്ന മരണസംഖ്യയിലേക്ക് എത്തിയത്. ഇതുപോലെ നിരവധി പരസ്യ ബോർഡുകൾ, അതോടൊപ്പം തന്നെ ടെലിഫോൺ, ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ ഉൾപ്പെടെയൊക്കെ അപകടത്തിന്റെ ഭാഗമായി നിലം പതിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല മേഖലകളിലും ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുകയും റെയിൽ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. റെയിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതേസമയം പല സ്ഥലത്തും ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. രാത്രിയോടുകൂടിയൊക്കെ ഈ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിട്ടുള്ള ഒരു വിവരം എന്നതാണ് ഈ പരസ്യ ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് ഈ മരങ്ങൾ കടപുഴകിയോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചോ, കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ എന്നതിൽ ഒക്കെ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നും ഇത്തരത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സർക്കാർ അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അനാസ്ഥയ്ക്കെതിരെ, അതായത് ഇത്തരത്തിൽ ഒരു പരസ്യ ബോർഡ് നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കും എന്നാണ്, ഈ പരസ്യ കമ്പനിക്ക് നേരെ നടപടിയെടുക്കും എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻപുട്ടുകൾ. അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ അടിയന്തര സഹായം ആണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആര്യ, തീർച്ചയായും KP അഭിലാഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അധികൃതരുടെ അനാസ്ഥയുടെ ഇരകൾ കൂടിയാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടവർ, ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ ചികിത്സയിലുള്ളവർ എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള അനാസ്ഥകൾക്കെതിരെ ഭരണകൂടം വിരൽ ചൂണ്ടുന്നതും നടപടിയെടുക്കുന്നതും എന്നുള്ളതും അത് ഇപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ സ്ഥിരമായി അത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമാണ് നടപടിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. എന്തായാലും 14 പേരുടെ ജീവനാണ് ഈ പരസ്യ ബോർഡ് തകർന്ന് വീണുണ്ടായ അപകടത്തിൽ നഷ്ടമായിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളതാണ് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം. 70ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.